The only way to do great work is to love what you do. ഇത് പറഞ്ഞ വേറെ ആരുമില്ല, സ്റ്റീവ് ജോബ്സ് ആണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ട്രൂ. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. പ്ലീസ് ബി ഓണസ്റ്റ്. ഡു യു ആക്ച്വലി ലവ് യുവർ ജോബ്? ഇഫ് യു വോണ്ട് ടു ബി എ മീഡിയോക്കർ, ഒരു ആവറേജ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയാൽ മതി നിങ്ങൾക്കെങ്കിൽ, യു ക്യാൻ ഡു ദാറ്റ് ജോബ് ഈവൻ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ്. ഐ എം നോട്ട് ഗോയിങ് ടു ഇൻറ്ററപ്റ്റ് യു. ബട്ട് ഇഫ് യു ആർ സം വൺ ലൈക്ക് മീ ഹു ഹാവ് ദ പൊട്ടൻഷ്യൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് അറിയാം, നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ അറിയാം, നിന്നെക്കൊണ്ട് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, യു കാൺ ഡു ദാറ്റ് സെയിം ജോബ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് യു ഹാപ്പി. ഇഫ് യു ആർ എ ക്രിയേറ്റീവ് പേഴ്സൺ ലൈക്ക് മീ, യു കനോട്ട് സിറ്റ് അറൗണ്ട് കമ്പ്യൂട്ടർ ഓൾ ഡേ ഡൂയിങ് വാട്ട് യു ഡോണ്ട് ലൈക്ക്. നിനക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് മൈൻഡിലേക്ക് വരും, അത് വെച്ചിട്ട് നീ എന്തെങ്കിലും ബിൽഡ് ചെയ്യണം. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് സപ്പോസ് ടു ബി. ഈ സ്റ്റീവ് ജോബ്സ് പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ബട്ട് ദെൻ നമ്മളതാരും ഫോളോ ചെയ്യില്ല. ബിക്കോസ് നമ്മൾ കേട്ട് വളർന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാഷൻ വേറെയാണ്, ജോബ് വേറെയാണ്. ഇഫ് യു കനോട്ട് ഏൺ ബൈ ഡൂയിങ് വാട്ട് യു ലവ്. ദാറ്റ്സ് വാട്ട് നമ്മൾ കേട്ട് വളർന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ദാറ്റ്സ് വാട്ട് വി ബിലീവ്. അതുകൊണ്ട് നമ്മളത് ചെയ്യൂല. ദാറ്റ്സ് ഓക്കെ. നമ്മൾ ചെയ്യുന്ന ആർട്ടിൽ എങ്ങനെ ബെസ്റ്റ് ആവാമെന്ന് ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. നവൽ രവികാന്ത് once said, if you want to kill the competition, find the thing that looks like play to you but look like work to others. നിനക്കത് ചെയ്യുമ്പോൾ ഒരു ടൈം പാസ്സായിട്ട്, ഒരു ഫണ്ണായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയും എന്നാൽ ബാക്കിയുള്ളവർക്ക് അതൊരു ഇമ്പോർട്ടൻ്റ്, ഒരു പീപ്പിൾ വുഡ് പേ ഫോർ ദാറ്റ്. അങ്ങനത്തെ ഒരു സ്കില്ല് നിൻ്റെ ഉള്ളിലുണ്ടാവും. അതെന്താണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ യു ഓട്ടോമാറ്റിക്കലി കിൽ ദ കോമ്പറ്റീഷൻ. ബിക്കോസ് ബാക്കിയുള്ളവരെല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നത് ആ ഒരു 8 to 10 വാട്ട് എവർ ദ ടൈം, വർക്കിംഗ് ടൈം മേ ബി, ആ ഒരു ടൈം എങ്ങനെയും പാസ് ചെയ്ത് പോകാമെന്ന് നോക്കുമ്പോൾ നിനക്ക് ആക്ച്വലി അവിടെ കോമ്പറ്റീഷൻ ഇല്ല. ബിക്കോസ് യു ആർ നോട്ട് വർക്കിംഗ്, യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ വർക്കിംഗ്. ഇറ്റ്സ് ലൈക്ക് പ്ലേ ടു യു. യു ആർ എൻജോയിങ് ഇറ്റ്. ഏതൊരു വർക്കിൽ നമ്മൾ ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സറിഞ്ഞ് ചെയ്യണം. നമുക്കത് ഉള്ളിൽ നിന്ന് വരണം. ബിക്കോസ് വേറൊരാളെ നിന്നെ ഒരു ടാസ്ക് ഏൽപ്പിച്ചിട്ട് അത് നീ കംപ്ലീറ്റ് ചെയ്യുക, ദാറ്റ് എനിവൺ ക്യാൻ ഡു. ഈവൻ AI ക്യാൻ ഡു ദാറ്റ്. പക്ഷേ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നിനക്ക് വേണ്ടത്. 2026 ആയിട്ട് വരെ പല ആൾക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നത് യു ക്യാൻ ഓൺലി ഏൺ ത്രൂ എ ജോബ്. നോ, നിനക്ക് പൈസ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും. ബട്ട് ഇറ്റ് കംസ് വിത്ത് എ പ്രൈസ്. ദ പ്രൈസ് ഇസ് സ്കിൽസ്. അതായത് നിനക്ക് ആ സ്കിൽസ് ഉണ്ടാക്കാൻ നീ കുറച്ച് ഇൻവെസ്റ്റഡായിട്ട് ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ കുറച്ച് ആൾ കണ്ടിന്യൂസ് ആയിട്ട് നീ കുറച്ച് നാളിരുന്ന് ഡീപ്പ് വർക്ക് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കണമായിരിക്കും നിൻ്റെ ഒരു സ്കില്ല്. വെദർ ദാറ്റ് ബി കോണ്ടന്റ് ക്രിയേഷൻ, കോഡിങ്, എനിത്തിങ്, എന്തോ ആയിക്കോട്ടെ, ആ ഒരു സ്കില്ല് ബിൽഡ് ചെയ്യാനാണ് നിനക്ക് ടൈം ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി മോണിറ്റൈസ്. കാരണം നീ വിചാരിക്കും നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ നിൻ്റെ സെയിം ഇൻട്രസ്റ്റുള്ള പല ആൾക്കാരും ഇതിൻ്റെ പല കോണിലായിട്ടുണ്ട്. അവരെല്ലാം നിനക്ക് കണക്ട് ചെയ്യാൻ വി ഹാവ് ഇൻ്റർനെറ്റ്. പക്ഷേ നിൻ്റെ പാഷൻ എന്തിലാണെന്ന് നിനക്ക് അറിയില്ല. നീ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നീ എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. പാഷൻ ഇസ് നോട്ട് ഫൗണ്ട്, പാഷൻ ഇസ് ബിൽഡ്. അപ്പോൾ ഈ പാഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളൊരു ക്രാഫ്റ്റ് എടുക്കാം. ലെറ്റ് ഇറ്റ് ബി ഡ്രോയിങ് ഓർ കോണ്ടന്റ് ക്രിയേഷൻ ഓർ കോഡിങ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരു 6 to 1 month കണ്ടിന്യൂസ്ലി അതിൽ എഫേർട്ട് ഇട്ട് അതിൽ വർക്കൗട്ട് ചെയ്ത് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് യു ഡോണ്ട് ഫീൽ ലൈക്ക് വർക്ക്. ദാറ്റ്സ് ഈസി. യു ഹാവ് ഓൾറെഡി വോൺ ദ ഗെയിം. കാരണം നിങ്ങളുടെ 20s, നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 20s പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ പല ഡിഫറെൻറ്റ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്തും നമ്മൾ ബിസിനസ് ചെയ്തും നമ്മൾ ട്രൈ ഔട്ട് ചെയ്തൊക്കെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് യു ട്രൈ ഔട്ട് എവറിത്തിങ് ഇൻ യുവർ 20s, ഇറ്റ് ഈസ് ഈസിയർ ഫോർ യു. അതായത് നിനക്ക് 30s ആകുമ്പോൾ നിനക്ക് എന്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ യു മൈറ്റ് ഹാവ് സീൻ പീപ്പിൾ ഹു ഇസ് സ്റ്റിൽ ഫിഗറിങ് ഔട്ട്. അപ്പോൾ ഈ ഫിഗറിങ് ഔട്ടുള്ളത് പിന്നേക്ക് വെക്കാണ്ട് ഡു ഇറ്റ് നൗ. ഫൈൻഡ് വാട്ട് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ, ഫൈൻഡ് വാട്ട് ഗിവ്സ് യു എനർജി. യു കാണ്ട് നിനക്കൊരു എനർജി ഡ്രെയിൻ ചെയ്യുന്നൊരു കാര്യം ഓൾ ഡേ ലോങ് 7 days a week 365 days a year ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഇറ്റ് വിൽ ബി ടയറിങ്. സോ ഫൈൻഡ് വാട്ട് ഗിവ്സ് യു എനർജി വെൻ യു ആർ ഡൂയിങ്. ലൈക്ക് നമ്മൾ ആക്ച്വലി എനർജി സ്പെൻഡ് ചെയ്യാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ. But you gain energy physically or mentally. You gain energy back in a, that's very weird, but നിനക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ഗോ ഫോർ ഇറ്റ്.
ഡു ഇറ്റ്. ഇപ്പം എൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ല ഏതാണ് എൻ്റെ ഒരു ഫീൽഡ് എന്നുള്ളത്. ഞാനിത് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തതെന്ന് വെച്ചാൽ കോളേജിൽ പഠിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇൻറ്റേൺഷിപ്സ് അറ്റൻഡ് ചെയ്തും ലൈക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തും, അതായത് അതർ ദാൻ ലൈക്ക് കോളേജിൽ എടുക്കുന്ന അല്ലാണ്ട് ഞാൻ സെൽഫ് ലേൺ ചെയ്യായിരുന്നു അബൌട്ട് കോഡിങ്, ടെക്, ആ ഒരു ഫീൽഡ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിങ്ങിൽ കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്തു, ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ഐ എം ട്രൈയിങ് ആസ് മെനി തിങ്സ് ആസ് പോസിബിൾ to know what I love the most. It's simple. That's what you have to do in your 20s. Just stick to a topic for 6 to 12 months and you will find the answers. ഒരു ചെറിയ കുട്ടീനോട് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ പറയുക? വാട്ട് ഇഫ് അത് ട്രൈ ചെയ്തിട്ടുള്ളത് ഒരു വാനില ഫ്ലേവർ മാത്രമാണെങ്കിലോ? The kid will say, I like vanilla. Vanilla is my favorite. It's not because it is the favorite. It's because the kid haven't tried enough flavors. That's the same condition when it comes to life, career and everything. Until and unless നീ കുറേ ഫീൽഡ് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ you will never know what you're good at, what you're best at. So use your 20s to figure out what you really want. And 30s just stick with it. That's how you win in life. You got this.